2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെയധികം നിർണായകമാണ്. തീർച്ചയായിട്ടും മൂന്ന് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്ത് തരത്തിലുള്ള അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ത്രികോണ പോരാട്ടങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ നിരവധി കേരളത്തിൽ നിലവിൽ ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദേശീയ സർവേ റിസൾട്ടുകൾ, അതോടൊപ്പം തന്നെ ചില രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ, ചില സർവേ റിസൾട്ടുകൾ അല്ലാതെയും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ തന്നെയും ഈ സർവേ റിസൾട്ടുകളൊക്കെ തന്നെയും വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പല തരത്തിലുമുള്ള അട്ടിമറി നടക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ വരുന്ന സർവേ റിസൾട്ടുകളെല്ലാം തന്നെയും ഒരുമിച്ച് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിൽ നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത് എറണാകുളമാണ്. എറണാകുളത്ത് നിലവിൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്നാണ് നമ്മളിപ്പോൾ നോക്കാനായി പോകുന്നത്. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം 14 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. ഈ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് തരം മാറ്റങ്ങൾ, അട്ടിമറികളാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിൽ സർവേ റിസൾട്ട് പ്രകാരമാണെങ്കിൽ പലതരത്തിലുമുള്ള അട്ടിമറികൾ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് കാണപ്പെടുന്നത്. ആലുവ, അങ്കമാലി, എറണാകുളം, കളമശ്ശേരി, കൊച്ചി, കോതമംഗലം, കുന്നത്തുനാട്, മൂവാറ്റുപുഴ, പറവൂർ, പെരുമ്പാവൂർ, പിറവം, തൃക്കാക്കര, തൃപ്പൂണിത്തുറ, വൈപ്പിൻ, ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങളാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. 2021 കണക്ക് നോക്കുമ്പോഴത്തേക്കും 2021 UDF 9 സീറ്റുകളും LDF 5 സീറ്റുകളുമായിരുന്നു ഇവിടെ എന്ന് പറയുന്നത്. ഇനി 2026 വരുമ്പോൾ എന്തുവരെ അട്ടിമറികൾ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ആലുവ നോക്കാം. ആലുവ UDF ആണ് നിലവിൽ. അവിടെ UDF നിലനിർത്താനായിട്ടുള്ള സാധ്യത തന്നെയാണ് സർവേ റിസൾട്ട് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന കാര്യം. BJP വോട്ടുകൾ നിർണായകമാവും അവിടെ. അങ്കമാലി വരുമ്പോഴത്തേക്കും അവിടെ UDF ആണ്. അവിടെ UDF നിലനിർത്താനാണ് സാധ്യത കൂടുതലും. എറണാകുളം UDF ആണ്. UDF നിലനിർത്താൻ തന്നെയാണ് സാധ്യത കൂടുതലായി കാണുന്നത്. കളമശ്ശേരിയിൽ LDF ആണ് നിലവിൽ. ആ LDF സീറ്റ് UDF പോകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. കൊച്ചി LDF ആണ്. ആ സീറ്റിൽ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എങ്കിൽ പോലും LDF നിലനിർത്താനായിട്ടുള്ള നേരിയ സാധ്യത കാണുന്നുണ്ട്. പക്ഷേ അതൊരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറാം. കോതമംഗലം നിലവിൽ LDF കൈവശമാണ്. അത് LDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. കുന്നത്തുനാട് അത് LDF കൈവശമാണ്. അത് UDF പോകാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു 50-50 ചാൻസ് നിലനിൽക്കുന്നുണ്ട്. മൂവാറ്റുപുഴ UDF കൈവശമാണ്. അത് UDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നു. പറവൂർ UDF കൈവശമാണ്. അത് UDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നു. ഇനി പെരുമ്പാവൂരിലേക്ക് വരുമ്പോഴത്തേക്കും അതൊരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറും. UDF LDF തമ്മിൽ. പിറവത്തിലേക്ക് വരുമ്പോൾ അത് UDF സീറ്റാണ്. അത് UDF നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. തൃക്കാക്കരയിലേക്ക് വരുമ്പോഴത്തേക്കും അത് UDF സീറ്റാണ്. അത് UDF നിലനിർത്താനായിട്ടുള്ള സാധ്യതയാണ് കാണുന്നത്. തൃപ്പൂണിത്തുറയിലേക്ക് വരുമ്പോഴത്തേക്കും അത് UDF സീറ്റാണ്. അത് UDF നിലനിർത്താനായിട്ടുള്ള സാധ്യത കാണുന്നത്. പക്ഷേ എന്ത് തരം അട്ടിമറി സംഭവിക്കാം. വൈപ്പിനിലേക്ക് വരുമ്പോഴത്തേക്കും അത് LDF സീറ്റാണ്. അവിടെ ഒരു 50-50 ചാൻസ് നിലനിൽക്കുന്നു. UDF LDF കടുത്ത പോരാട്ടമായി കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. അപ്പൊ ഈ മൊത്തത്തിലുള്ള 14 സീറ്റുകൾ നോക്കുമ്പോഴത്തേക്കും 2026 കണക്കിലേക്ക് വരുമ്പോൾ UDF സംബന്ധിച്ചിടത്തോളം സീറ്റുകൾ നിലവിലുള്ളതിനേക്കാളും കുറയാനല്ല കൂടുതലാവാനാണ് സാധ്യത കൂടുതലായി കാണുന്നത്. LDF നിലവിലുള്ള സീറ്റുകളിൽ കുറവ് വരാനായുള്ള സാധ്യത കാണുന്നു. BJP വോട്ടുകൾ പലയിടത്തും നിർണായകമാവും. BJP വോട്ടുകൾ എറണാകുളത്ത് അധികമാവാനായിട്ടുള്ള സാധ്യതയും ഈ സർവേ റിസൾട്ടിൽ കാണുന്നുണ്ട്. പക്ഷെ സീറ്റുകളൊന്നും തന്നെ എവിടെയും പറയുന്നില്ല. പക്ഷെ ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറാനുള്ള സാധ്യതയുണ്ട്. LDF UDF തമ്മിൽ BJP വോട്ടുകൾ നിർണായകമാവും. ഇതിലെടുത്ത് പറയേണ്ടത് 2021 UDF 9 സീറ്റുകളും LDF 5 സീറ്റുകളുമായിരുന്നെങ്കിൽ 2026 വരുമ്പോഴത്തേക്കും UDF സീറ്റുകളുടെ എണ്ണത്തിൽ കൂടുതൽ കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അതായത് 9 നിന്നും പ്ലസ് 2-3 സീറ്റുകൾ അധികം കിട്ടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. അത് 11-12 എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പറയാനായിട്ട്. LDF സംബന്ധിച്ചിടത്തോളം നിലവിലുണ്ടായിരുന്ന 5 സീറ്റുകളിൽ നിന്ന് കുറവ് സംഭവിക്കും. അത് 3-2 എത്തുന്ന തരത്തിലോട്ട് കുറവ് സംഭവിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ മാറും. BJP വോട്ടുകൾ കൂടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും പലയിടത്തും. അപ്പോൾ ഇതിൽ പലയിടത്തും ഒരു ടൈറ്റ് ഫൈറ്റ് ആണ്. പ്രവചനാതീതമായിട്ട് കാര്യങ്ങൾ മാറാനുള്ള സാധ്യത എറണാകുളത്ത് കാര്യങ്ങൾ മാറി പറയാനുള്ള സാധ്യത കാണുന്നു. സോ 14 മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും 14 മണ്ഡലങ്ങളിൽ UDF മേൽക്കൈ ലഭിക്കുന്നു. അതായത് 2021 UDF തന്നെയായിരുന്നു മേൽക്കൈ ലഭിച്ചത്. പക്ഷേ 2026 അതിനേക്കാട്ടിലും കൂടുതൽ മേൽക്കൈ ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. LDF കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. സീറ്റുകൾ കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു. ഇത് തീർച്ചയായിട്ടും ഒരു സർവേ റിസൾട്ട് മാത്രമാണ്. പക്ഷെ ഒരു റിയാലിറ്റി എന്താണ് സംഭവിക്കാൻ പോകുന്നത്?
തീർച്ചയായിട്ടും സർവേ റിസൾട്ടുകൾ പോലെ തന്നെയാണ് സംഭവിക്കുന്നതെങ്കിൽ LDFന് കനത്ത തിരിച്ചടി എറണാകുളത്ത് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ്. UDFനെ സംബന്ധിച്ചിടത്തോളം ഒരു മികച്ച ഒരു മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് മാത്രമല്ല സീറ്റുകൾ ഉയർത്താനും സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. BJP സംബന്ധിച്ചിടത്തോളം ചിലയിടങ്ങളിൽ UDF LDF ടൈറ്റ് മത്സരം നടക്കുന്ന സ്ഥലങ്ങളിൽ BJP വോട്ടുകൾ നിർണായകമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. പലയിടങ്ങളിലും BJPക്ക് വോട്ടുകൾ കൂടാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. ഒരു ത്രികോണ പോരാട്ടത്തിൽ വരെ കാര്യങ്ങൾ എത്താനായിട്ടുള്ള ഒരു കളം ഒരുങ്ങുന്നുണ്ട്. പക്ഷെ എന്ത് തന്നെയായാലും ഒരു UDF LDF ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ പലയിടത്തും കാണപ്പെടുന്നുണ്ട്. അതിൽ UDFനാണ് മുൻതൂക്കം കാണുന്നതും പലയിടങ്ങളിലും UDF നിലവിലത്തെ സീറ്റുകളെക്കാട്ടിലും കൂടുതൽ സീറ്റുകൾ ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും നിലവിലുള്ള 9 സീറ്റുകളിൽ നിന്നും 2-3 സീറ്റുകൾ അധികം ലഭിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുകയും LDFന് കുറയുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നു. ഇത് തീർച്ചയായിട്ടും എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം സർവേ റിസൾട്ട് പോലെയാണ് വരുന്നതെങ്കിൽ UDF തരംഗം എന്ന് തന്നെ പറയാൻ പറ്റുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തും. എന്നാൽ LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു തകർച്ചയിലേക്ക് കാര്യങ്ങൾ മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറും. കാരണം കയ്യിലുള്ള സീറ്റുകൾ കുറവ് വരുന്ന തരത്തിലോട്ടാണ് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. അതേസമയം UDFന് കയ്യിലുള്ള സീറ്റുകളെക്കാട്ടിലും കുറച്ച് സീറ്റുകൾ അധികം നേടുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. BJP സംബന്ധിച്ചിടത്തോളം സീറ്റുകളൊന്നും തന്നെ ലഭിച്ചില്ലെങ്കിൽ പോലും പലയിടത്തും ഒരു ടൈറ്റ് ഫൈറ്റിലേക്ക് കാര്യങ്ങൾ മാറാനായിട്ട് സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വോട്ടുകൾ പരമാവധി ഉയർത്താൻ സാധിക്കുന്ന തരത്തിലോട്ട് എറണാകുളത്ത് കാര്യങ്ങൾ മാറാനായിട്ടുള്ള സ്ഥലങ്ങളും ഉണ്ട് എന്നുള്ളതും വ്യക്തമാണ്. പക്ഷേ സർവേ റിസൾട്ടിനെ വെല്ലുന്ന തരത്തിലുള്ള പ്രകടനം LDFന് കാഴ്ചവെക്കാൻ സാധിക്കുമോ? UDF ഒരു മിന്നും പ്രകടനം കാഴ്ചവെക്കുമോ? BJPക്ക് ഒരു അട്ടിമറി നേട്ടം എറണാകുളത്ത് സ്വന്തമാക്കാൻ സാധിക്കുമോ എന്നൊക്കെ കാത്തിരുന്ന് കാണാം.